മധുരപലഹാരങ്ങളിൽ വെള്ളി പൊതിയാനുള്ള പ്രധാന കാരണങ്ങൾ. രാജകീയ പാരമ്പര്യം അഥവാ സ്റ്റാറ്റസ് സിംബൽ. മുഗൾ ഭരണകാലത്താണ് ആഡംബരത്തിന് വേണ്ടി ഭക്ഷണത്തിന്മേൽ വെള്ളപ്പാളികൾ ഉപയോഗിക്കുന്ന രീതി ഇന്ത്യയിൽ വ്യാപകമായത്. അന്ന് രാജാക്കന്മാരുടെയും പ്രഭുക്കന്മാരുടെയും വിരുന്നുകളിൽ വിളമ്പുന്ന ഭക്ഷണത്തിന് ഒരു റോയൽ ലുക്ക് നൽകാനാണ് ഇത് ഉപയോഗിച്ചിരുന്നത്. ആഡംബരത്തിന്റെ പ്രതീകമായാണ് ഇന്നും സ്വർണവും വെള്ളിയും മിഠായികളിൽ തിളങ്ങുന്നത്. ആയുർവേദത്തിന്റെ സ്വാധീനം. പുരാതന കാലം മുതൽക്കേ സ്വർണത്തിനും വെള്ളിക്കും ഔഷധ ഗുണങ്ങളുണ്ടെന്ന് ആയുർവേദം വിശ്വസിക്കുന്നു. വെള്ളി ശരീരത്തെ തണുപ്പിക്കാനും ദഹനം മെച്ചപ്പെടുത്താനും സഹായിക്കുമെന്ന് കരുതപ്പെടുന്നു. സ്വർണം പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാനും ഊർജം നൽകാനും സഹായിക്കുന്ന സ്വർണ്ണഭസ്മം ആയുർവേദത്തിൽ പ്രസിദ്ധമാണ്. അതുപോലെ വെള്ളി ബാക്ടീരിയകളെ തടയുമെന്നും പറയാറുണ്ട്. ഈ ലോഹങ്ങളുടെ ഗുണങ്ങൾ ചെറിയ അളവിൽ ശരീരത്തിലെത്താൻ വേണ്ടിയാണ് അവ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തി തുടങ്ങിയത്. പക്ഷേ ഇതൊക്കെ വെറുതെയാണ്. കാരണം സ്വർണം അഥവാ വെള്ളി തുടങ്ങിയ ലോഹങ്ങൾ മനുഷ്യർക്ക് ദഹിക്കില്ല. അതുപോലെ ചെറിയ അളവിൽ ഇത് കഴിക്കുന്നത് കാരണം പ്രശ്നവും ഉണ്ടാകില്ല. അത് സാധാരണ പോലെ വിസർജ്യത്തിനൊപ്പം പുറത്തു പോകും. ഇന്നത്തെ കാലത്ത് ഇതെല്ലാം ആഡംബരത്തിന്റെ ഭാഗമായി ചെയ്യുന്ന കാര്യങ്ങളാണ്.